സീറ്റു, ഈ ചാക്കറ്റിലേക്ക് എന്തോന്നാ? ഇതൊക്കെ ഞാൻ പണ്ട് കൊണ്ടുവന്നവരാ. ഇവരൊക്കെ ഇപ്പൊ ചത്തിരിക്കായിരിക്കും. അപ്പൊ ഇവന്റെ ഗതിയാ? അതോ ഗതി, നീ വാ. സമ്മതിച്ചു. സീറ്റു, കെട്ടഴിക്ക്. യെസ് ബോസ്. എന്തിനാ എന്നെ പിടിച്ചോണ്ട് വന്ന്? പറയാം. പേടിക്കാനൊന്നുമില്ല. നിന്നെ ഞങ്ങൾ കൊണ്ടുവന്നിരിക്കുന്നത് കൊല്ലാനൊന്നുമല്ല. കോടിക്കണക്കിന് രൂപയുടെ സ്വത്ത് നിന്റെ അച്ഛന്റെ കയ്യിലുണ്ട്. അതൊക്കെ നിന്റെ പേരിൽ എഴുതി വെച്ചിരിക്കുക. അതിലൊരല്പം ഞങ്ങൾക്കും വേണം. അത് ഞങ്ങളുടെ പേരിൽ എഴുതി തന്നാൽ അച്ഛനെയും മോനെയും ഞങ്ങൾ ഇപ്പൊ തുറന്നു വിട്ടേക്കാം. ഇതിലൊന്ന് കയ്യൊപ്പിട്ടെ. ഞാൻ എന്തിനൊപ്പിടണം? നീ തന്നെ ഒപ്പിടണം. ഒപ്പിടില്ല, ഒപ്പിടില്ല, ഒപ്പിടില്ല. മര്യാദക്ക് പറഞ്ഞാൽ നീ കേൾക്കില്ലല്ലേ? ഒന്നുകളെയും നിന്റെ കൺമുമ്പിൽ വെച്ച് നിന്റെ അച്ഛനെയും കൊല്ലും, ഈ നിൽക്കുന്ന മാനേജരെയും കൊല്ലും. രണ്ടുപേരെയും ജീവനോടെ വേണമെന്നുണ്ടെങ്കിൽ പറയുന്നത് അനുസരിച്ചോ? ഓക്കെ ബോസ്? ഓക്കെ അല്ല. നാസർബായ്, ഇവൻ ഒപ്പിടില്ല. അച്ഛനെ കൊന്നാലെന്ന് ഇവനൊരു പ്രശ്നമല്ല. അതുകൊണ്ട് ആദ്യം ഇവനെ തന്നെ തട്ടണ്ട. തട്ടണ്ട. ഒപ്പിടാം, ഒപ്പിടാം. എവിടെ കൊണ്ടാ? ബുദ്ധിയുണ്ട്. അനുസരണയുള്ളത്. വീണ്ടും കയറ്റി കെട്ടണ ചാക്കിനെ ഒപ്പിട്ടില്ല. ഇനി ചാക്കി കയറണത് ആര്യവൻ. ഇവനെ ഇനി എന്ത് ചെയ്യണം? അഴിച്ചുവിടെ. അഴിച്ചുവിടെ. അവനെയല്ല എന്നെ. യോ, അവനെയല്ല ഇവിടെ. അഴിക്കടാ. നിക്ക്. അത് അഴിക്കാൻ വരട്ടെ. ഇനി ഒരു കളി കൂടി ബാക്കിയുണ്ട്. എന്ത് കളി? പറയാം. ഒപ്പിടിച്ച് വാങ്ങിച്ച സ്ഥിതിക്ക് ഇനി അവനെ വെച്ചുകൊണ്ടിരിക്കുന്ന ആപത്താണ്. എവിടെയെങ്കിലും കൊണ്ടുപോയി വകവരുത്താം. ഏതെങ്കിലും കൊക്കയിൽ കൊണ്ടുപോയി തള്ളിയാലോ? പോരാ, അവന്റെ ഒരു പൊടി പോലും അവശേഷിക്കരുത്. മുതലാളി, എനിക്കൊരു ഐഡിയ. വല്ല തന്തൂരി അടുപ്പിലും കൊണ്ടുപോയി ചുട്ടുകരിച്ച് നമുക്ക് പിന്നെ. അയ്യോ, അത് വേണ്ട. ഏതെങ്കിലും ഓച്ചറക്കാരൻ ഒറ്റ പോലീസ് കണ്ടാ കുഴപ്പാ. ഇരുചെവി അറിയാതെ കല്ല് കെട്ടി കടലിൽ താഴ്ത്തണം. ശവം പോലും പൊങ്ങരുത്. ഓക്കെ ബോസ്. ഒപ്പ്. ഓ, എന്റെ അമ്മോ, ഇതിന് വെയിറ്റ് കൂടി. പേടിച്ച് വെയിറ്റ് കൂടിയതായിരിക്കും. അയ്യേ, നനഞ്ഞിരിക്കുന്നല്ലോ. ഒടുവിൽ നമ്മൾ ജയിച്ചടോ. കൂട്ടിക്കിഴിച്ച എല്ലാ കണക്കുകൾക്കും ഉത്തരം കണ്ടെത്തി. ഇനി വൈകിക്കൂടാ. അമേരിക്കയിൽ നിന്ന് ചികിത്സ കഴിഞ്ഞു മടങ്ങിയെത്താൻ അനന്തൻ നമ്പ്യാർക്ക് സമയമായി. ബംഗ്ലാവിലെത്തുമ്പോ കുട്ടിക്കൃഷ്ണന്റെ തിരോധാനത്തിന്റെ കഥയറിയും. ഏകമകനെ ഇനിയും കണ്ടെത്താനാവാതെ ഒടുവിൽ വേദനയോടെ അനന്തൻ നമ്പ്യാർ ബോംബെക്ക് മടങ്ങും. പങ്കുകച്ചവടക്കാരനായ ചന്ദ്രശേഖരവർമ്മ അനന്തൻ നമ്പ്യാരുടെ വേഷം കെട്ടിയ കഥയും അതോടെ അവസാനിക്കും. പക്ഷേ ഒരു തെളിവ് മാത്രം ബാക്കി നിൽക്കും. തന്ത്രപൂർവം ഞാൻ ഒരുക്കിയ എല്ലാ കെണികൾക്കും കാവലിരുന്ന താൻ, കാമാട്ടിപുരത്തെ കൽപ്പണിക്കാരൻ കൃഷ്ണദാസ്. പോകുന്നതിന് മുമ്പ് അതും കൂടി ഇല്ലാതാക്കണം. എനിക്ക് സേഫ് ആവാൻ, എന്നേക്കുമായി സേഫ് ആവാൻ. നിർത്ത്. ഈ സ്ഥലം നമുക്ക് വേഗം ഇറങ്ങാ. സോറി കുട്ടികൃഷ്ണ, എന്താണ് നിന്റെ അന്ത്യാഭിലാഷം? പേടിച്ചു വിറച്ച് ചത്തിരിക്കുന്നവൻ എന്ത് അന്ത്യാഭിലാഷം? എന്നാ തട്ട്. കർത്താവേ, ഈ ആത്മാവിന് കൂട്ടായിരിക്കണമേ. ആമേൻ.
അതുകൊണ്ടോ നല്ല ചാക്ക് ബോംബായിരിക്കും. എന്റെ ഈശോ, എന്തൊക്കെ സാത്താനാ ഈ നരകത്തിൽ എന്നെ ഒന്ന് അഴിച്ചുവിടണോ? വേണ്ട, പോടെ സാത്താന്. തന്റെ ഇനിയിപ്പോ എവിടെ പോയി തിരക്കാനാ? ബ്രദർ, വണ്ടികളൊക്കെ ഒന്ന് നിർത്തിത്താ. ചാച്ചാ, ചാക്കേട്ട് എന്താണത്? വല്ല കള്ളക്കടത്തുകാരും പോലീസിനെ പേടിച്ചിട്ടേച്ച് പോയതായിരിക്കും. ഒന്ന് വണ്ടി നിർത്തലാരമാ. എന്റെ ദൈവമേ, ഫോൺ അടിച്ചതാ തോന്നുന്നേ. എടുക്കടാ, ഫോൺ അടിച്ചത് എന്റെ അത് കണ്ടില്ല. എടുത്ത് വണ്ടിയിലോട്ട് കേട്ടേ. ഏതോ കനത്ത ശരിക്കുണ്ട്. നല്ല ഭാരം. വിട്ടോ. എപ്പോഴൊന്ന് കാണിക്കാതെ ഇറക്ക്. ഇനി നമുക്ക് മോട്ടിങ് കണ്ടി വരുത്തില്ല. അതെ അതെ, താഴോട്ട് ഇറക്കി വെക്കണം. തല്ലി ഇറക്കണമല്ലേ? എങ്ങനെ? അയ്യോ, ഇതില് വല്ല മലമ്പാമ്പായിരിക്കുമോ? ആക്രാന്തം കാണിക്കാതെ സൂക്ഷിച്ച് തുറക്ക്. ചാച്ചാ, ഇവനെ നമ്മളെ മീനാക്ഷി തട്ടിക്കൊണ്ടു നിർത്താൻ. മീനാക്ഷി? മീനാക്ഷി? ഏത് മീനാക്ഷി? നീയൊക്കെ കൂടി തട്ടിക്കൊണ്ടോ ഞങ്ങളെ പെങ്ങളെ മീനാക്ഷി? അയ്യോ, ഞങ്ങൾ ആരെയും തട്ടിക്കൊണ്ട് പോയില്ലേ. മീനാക്ഷി അനന്തം നമ്പ്യാരുടെ ബംഗ്ലാവിലുണ്ട്. എന്റെ അച്ഛൻ പോണോ? നമ്മൾ പുഴയെ തള്ളിയവനല്ലേ ഓടി വരുന്നേ? അതെ, ഇവനാരും അവൻ തന്നെ. കണ്ടോ, അവൻ ഒറ്റയ്ക്കല്ല, മറ്റവന്മാരോട് കൂടെ. അടുത്ത് തരത്താ പോകുന്നവൻ. ഇടിച്ചോട്ടെ, അവന്മാരെ ഇടിച്ചോട്ടെ. ഇറക്കി വിട്ടല്ലേ? മെഡിക്കൽ ട്രിപ്പാ. ഓടി കുട്ടികൃഷ്ണ, ബാല, കുട്ടികൃഷ്ണ, ബാല. കുട്ടികൃഷ്ണ, നിന്റെ അച്ഛനെ ഞാൻ കണ്ടു. അദ്ദേഹം അമേരിക്കയിൽ ഒന്നും പോയിട്ടില്ല. അമ്മമാരെ പിടിച്ചിട്ട് വെച്ചിരിക്കുക. നിന്നെ പിടിക്കാൻ നോക്കിയ ഗുണ്ടകള്. എടാ, ഞാൻ സത്യമാണ് പറയുന്നത്. ഇവന്റെ അച്ഛനെ മാത്രമല്ല, കൃഷ്ണദാസിനെ അവന്മാർ പിടിച്ചു വെച്ചിരിക്കുക. ബീച്ചിൽ നിന്ന് അവന്മാരാണ് എന്നെയും പിടിച്ചോണ്ട് പോയത്. വാട്ട് ഈസ് ദിസ്? എപ്പോഴും പ്രോബ്ലം ആണ് ഇവിടെ. എനിക്കറിയാം ഇതിന്റെയൊക്കെ പിന്നിൽ ആരാണെന്ന്. നിങ്ങളാണ് ഈ കടൽ. ഞങ്ങൾ ബീച്ചിൽ പോയ തക്കം നോക്കി താനല്ലട അവരെ കൊണ്ട് പറഞ്ഞു വിട്ടത്. മാറി നിൽക്കാൻ. അവന്മാർ എവിടെ? ഇപ്പം കായൽ തീരത്തെ ഒരു പഴയ ബംഗ്ലാവിലുണ്ട്. കുട്ടികൃഷ്ണാണെന്ന് കരുതി അവന്മാർ എന്നെ കൊണ്ട് എന്തൊക്കെയോ ഒപ്പിടിച്ച് മേടിച്ചിട്ടുണ്ട്. പെട്ടെന്ന് ചെന്നില്ലെങ്കിൽ അവന്മാർ എല്ലാത്തിനെയും തട്ടിക്കളയും. ഷുവർ. കുട്ടികൃഷ്ണ,
മോനെ കുട്ടികൃഷ്ണ അയ്യോ ഞാനല്ല കുട്ടികൃഷ്ണൻ ഞാനല്ല